ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കേട്ടൻ മ്യൂസിക്കിന്റെ സിലബസിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സീഡ്സ് ഓഫ് മ്യൂസിക് വരെ നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗം നോക്കാം. അടുത്തായിട്ട് വരുന്നതാണ് ലൈവ് സ്കെച്ച്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, പുരന്ദരദാസർ, ക്ഷേത്രജ്ഞർ, നാരായണ തീർത്ഥർ, ജയദേവർ, അരുണാഗിരിനാഥർ, മഹാരാജ സ്വാതി തിരുനാൾ, മഹാകവി കുട്ടമത്ത്, കുട്ടിക്കുഞ്ഞി തങ്കച്ചി, ഇരവിവർമ്മൻ തമ്പി, KC കേശവപിള്ള, പാപനാശൻ ശിവൻ, നീലകണ്ഠ ശിവൻ എന്നിവരെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ കാണാറുള്ളതാണ് ലൈവ് സ്കെച്ച് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്. അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് മ്യൂസിക്കൽ ടെർമിനോളജി. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് നാദ, സ്വര, ശ്രുതി, വാദി, സംവാദി, വിവാദി, അനുവാദി, സ്ഥായി, ഗ്രഹ, ജീവ, അംശ, ന്യാസ, രാഗം, ഗമകം, നൊട്ടേഷൻ എന്നിവയെ കുറിച്ചാണ്. ഇതും വളരെയധികം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്നതാണ്. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക് ആണ് മ്യൂസിക്കൽ ഫോംസ്. അതിൽ വരുന്നതാണ് ഗീതം, ജതിസ്വരം, സ്വരജതി, താനവർണം, പദവർണം, ദരുവർണം, കൃതി, കീർത്തനം, പദം, രാഗമാലിക, ജാവലി, തില്ലാന, തിരുപ്പുകൾ. അപ്പോൾ ഇത്രയും ഭാഗം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണിത്. ഇനി പറയാൻ പോകുന്ന രാഗലക്ഷണവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാഗലക്ഷണത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് മായാമാളവിക, കല്യാണി, ഹംസധ്വനി, ശങ്കരാഭരണം, ഹിന്ദോളം, മോഹനം, സാവേരി, തോടി, പന്തവരാളി, കീരവാണി, കരഹരപ്രിയ, ചക്രവാകം, ബിലഹരി, ആരതി, വസന്ത, ആഭോഗി, കാമ്പോജി, ഭൈരവി, പൂർവി കല്യാണി, മധ്യമാവതി. ഈ രാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും രാഗലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഗവുമായിട്ട് ബന്ധപ്പെട്ട. ഇനി അതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് ശ്രുതിഭേദ, 22 ശ്രുതീസ്, ദശവിധ ഗമകാസ്, 72 മേളകർത്ത രാഗ, കടഭയാദി, ഭൂതസംഖ്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കടഭയാദി സംഖ്യയും നമ്മുടെ രാഗലക്ഷണവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. രാഗവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആണല്ലോ കടഭയാദി. അപ്പം കടഭയാദി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കടഭയാദി സൂത്രം അറിയാമെങ്കിൽ പല ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രാക്ടീസ് ആണ് വേണ്ടത്. അതായത് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ കറക്റ്റ് ടൈം മാനേജ്മെന്റ് അനുസരിച്ച് നമുക്ക് ആ എക്സാം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ കേട്ടൻ മ്യൂസിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു കോച്ചിങ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും സംഗീത അധ്യയന മന്ത്രിയെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നോക്കാം. താങ്ക് യു.